എല്ലാവർക്കും നമസ്കാരം. കേന്ദ്രീയ വിദ്യാലയ സംഘടൻ NVSൻ്റെ ഒക്കെ എക്സാമിനേഷൻ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള എൻട്രിയുടെ പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് എൻ്റെ രംഗപ്രവേശം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ശ്രീനിവാസൻ. 30 വർഷത്തോളം കേന്ദ്രീയ വിദ്യാലയത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് എൻ്റെ ഔദ്യോഗികമായ ഒരു ക്വാളിഫിക്കേഷൻ. 30 ഋതുഭേദങ്ങൾ കേന്ദ്രീയ വിദ്യാലയത്തിൽ കണ്ട എനിക്ക് എൻ്റെ വിപുലമായ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് തീക്ഷ്ണമായും തീവ്രമായും സന്നിവേശിപ്പിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. നമുക്കറിയാം, കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൻ്റെയും NVSൻ്റെയും എക്സാമിനേഷൻ എത്തിയിരിക്കുന്നു. അത് KVSഉം NVSഉം ഒരു അമ്മ പെറ്റ മക്കളാണ് എന്ന് നമുക്കറിയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതം പ്രഥമമായിട്ടാണ് KVSഉം NVSഉം കൂടി ഒരുമിച്ച് ഒരു പരീക്ഷ നടത്തുന്നത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ചുമതല ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസി, സുതാര്യവും സ്വതന്ത്രവുമായ ഏജൻസി CBSE ആണ് എന്നുള്ളത് ഇതിൻ്റെ വിശ്വാസ്യത അങ്ങേയറ്റം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമ്മോഹനമായൊരു ജോലിയാണ് നിൽക്കുന്നത്. KVSൽ അല്ലെങ്കിൽ NVSൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ലോട്ടറിയാണ്, ഒരു വലിയ ബൊണാൻസയാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് 3 കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. 3 ഹർഡിലുകൾ കടന്നാൽ മാത്രമേ KVS അല്ലെങ്കിൽ NVSലെ ജോലി എന്ന് പറയുന്ന നമ്മുടെ സ്വപ്ന നേട്ടം നമുക്ക് സാക്ഷാത്കരിക്കാനാവുകയുള്ളൂ. ടയർ 1, ടയർ 2, ഇൻ്റർവ്യൂ, ഇതാണ് ഈ 3 കടമ്പകൾ. ഇതിൽ ഞാൻ പറയുന്നത് ടയർ 2ഉം ഹർഡിലും നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുക. പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടീം കളിക്കുന്ന ക്യാപ്റ്റന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ, മാനേജർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ, സെഷൻ ടു സെഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. ലഞ്ചിന് മുമ്പ്, ലഞ്ച് കഴിഞ്ഞ്, ചായയ്ക്ക് ശേഷം അങ്ങനെ ശ്രദ്ധിക്കാനാണ് അവർ പറയുന്നത്. എന്നാൽ മാത്രമേ ടീമിന് മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളൂ. ഇന്നത്തെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന് അത് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള 3 ഹർഡിലുകളായ ടയർ 1, ടയർ 2, ഇൻ്റർവ്യൂ, ഇതിൽ ടയർ 2ഉം ഹർഡിലും നമ്മൾ തൽക്കാലം സ്പർശിക്കുന്നില്ല. ടയർ 1ലേക്കാണ് നാം നമ്മുടെ സകല ശ്രദ്ധയും ഊന്നേണ്ടത്. മുകളിൽ കാണുന്ന പക്ഷിയിലേക്ക് നോക്കി അമ്പെയ്ത് വീഴ്ത്തുന്ന അർജുനൻ്റെ ഏകാഗ്രത, അതാണ് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ്. സിലബസ് ആണെങ്കിൽ വിശാലമായി അനാദിയായ സമുദ്രം പോലെ കിടക്കുന്ന സിലബസുമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് എന്ന് നിങ്ങൾ സദയം മനസ്സിലാക്കുക. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുക. ഡിസംബർ 3-ാം തീയതി ഞാനിത് ചെയ്യുമ്പോൾ എനിക്കറിയാം, ജനുവരി 10, 11 തീയതികളിൽ നടത്തപ്പെടുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ബാക്കി അവശേഷിക്കുന്നത് 38 39 ദിവസങ്ങളാണ്. വിപുലമായ രീതിയിൽ അതിനെ നമ്മൾ നേരിടുകയും അതിനു വേണ്ടിയുള്ള അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ നമ്മൾ നടത്തുകയും ചെയ്യണം. പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്യുന്ന, മറ്റ് വിദ്യാലയങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന അധ്യാപകരും അതുപോലുള്ളവരൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്. അവരെന്നോട് ചോദിക്കുന്നത്, സാർ, ഞങ്ങൾ ആ ജോലി രാജിവെച്ച് KVSന് അല്ലെങ്കിൽ NVSൻ്റെ ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കട്ടെ എന്നാണ് അവർ പലപ്പോഴും ചോദിക്കുന്നത്. ജോലി രാജിവെക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ മെഡിക്കൽ ലീവോ, ഏൺഡ് ലീവോ, ഹാഫ് പേ ലീവോ എന്തെങ്കിലും എടുത്ത് നമ്മൾ തീർച്ചയായിട്ടും കഴിയുന്നിടത്തോളം സമയം KVS അഥവാ NVSൻ്റെ ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മൾ മുഴുകേണ്ടിയിരിക്കുന്നു. നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ട് തന്നെ പരിശോധിക്കാം. ഒരു KVS NVSൻ്റെ ടയർ 1 എക്സാമിനേഷന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഒരു സ്റ്റഡി ഷെഡ്യൂൾ രൂപീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, പ്രോപ്പർ സ്റ്റഡി ഷെഡ്യൂൾ നമ്മൾ രൂപീകരിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പഠിത്തത്തെ കേന്ദ്രീകരിക്കാൻ. മിക്കവാറും 8 മണിക്കൂറെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പഠിത്തത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. കാരണം അത്രയേറെ വിപുലമായ സിലബസാണ് കവർ ചെയ്യാനുള്ളത്. ഏതാണ്ട് 60% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ കട്ട് ഓഫ് മാർക്ക് മറികടന്ന്, ലക്ഷ്മണരേഖ മറികടന്ന് നമുക്ക് ടയർ 2ലേക്ക് യോഗ്യത നേടാൻ സാധിക്കുകയുള്ളൂ. ദിവസം ഒരു 8 മണിക്കൂറെങ്കിലും അതിനു വേണ്ടി മാറ്റിവെക്കുക. അതുമാത്രമല്ല, ഈ 8 മണിക്കൂർ എന്ന് പറയുന്നതിനെ നമ്മൾ ഈ 5 പരീക്ഷകൾ നടക്കുന്നതിന് ഏതാണ്ട് തുല്യമായി തന്നെ മാറ്റിവെക്കണം. കുറേ ദിവസം നമ്മൾ റീസണിങ് പഠിക്കാം, കുറേ ദിവസം നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റി പഠിക്കാം എന്നുള്ള രീതിക്കല്ലാതെ എല്ലാ ആസ്പെക്റ്റുകളും ഒരു ദിവസം തന്നെ കൃത്യമായ ഇടവേളകൾ നൽകി, കൃത്യമായ ടൈം നൽകി പഠിക്കുക എന്നതായിരിക്കും കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കണം.
8 മണിക്കൂർ പഠിക്കുക എന്ന ഭീഷ്മ പ്രതിജ്ഞ നിങ്ങൾ ഓരോരുത്തരും കൈക്കൊള്ളണം. അതുകൂടാതെ നമ്മുടെ ഓരോ ദിവസവുമുള്ള ഈ 8 മണിക്കൂറിനെ ഓരോ ആസ്പെക്റ്റും പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏതാണ്ട് തുല്യമായി തന്നെ ഡിവൈഡ് ചെയ്ത് മാറ്റണം. മൂന്നാമതായിട്ട് നമ്മൾ പ്രാക്ടീസ് വിത്ത് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പേപ്പേഴ്സ്. കഴിയുന്നിടത്തോളം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ പേപ്പറുകൾ വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയും വേണം. ബാങ്ക് ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇപ്രാവശ്യത്തെ ടയർ 1 പരീക്ഷയ്ക്ക് വരുന്ന പല കാര്യങ്ങളും ബാങ്ക് ടെസ്റ്റുകാർ അറ്റൻഡ് ചെയ്തതായിരിക്കാം. റീസണിങ് പോലെ, ന്യൂമറിക്കൽ എബിലിറ്റി പോലെ, ഇംഗ്ലീഷ് പോലുള്ള പല കാര്യങ്ങളും ബാങ്ക് ടെസ്റ്റിൽ കൂടെ അവർ അറ്റൻഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഐ ആം ഷുവർ ദാറ്റ് വിൽ സ്റ്റാൻഡ് ഇൻ ദം ഇൻ ഗുഡ് സ്റ്റെഡ്. അതില്ലാത്തവരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കഠിനമായി അധ്വാനിച്ചു കഴിഞ്ഞാൽ, പ്രയത്നിച്ചു കഴിഞ്ഞാൽ നമുക്കും ഇതൊക്കെ തന്നെ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നീട് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ, എൻട്രി നടത്തുന്ന ഒരുപാട് മോക്ക് ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുക, അതിലൂടെ സിമുലേഷൻ നടത്തുക. എക്സാമിനേഷനാണ് ഓരോ മോക്ക് ടെസ്റ്റും. 10-11 തീയതികളിൽ നടത്തപ്പെടുന്ന യഥാർത്ഥ പരീക്ഷയാണ് ഓരോ ടെസ്റ്റും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുക. ടൈം മാനേജ്മെൻറ്റ്, പരീക്ഷയിലെ ടൈം മാനേജ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അതിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു സമയം പോലും നമ്മൾ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ തന്നെ നമ്മൾ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ബബിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഏതു മഷി വെച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നമ്മൾ ബബിൾ ചെയ്ത് ഉത്തരം രേഖപ്പെടുത്തണം. ഞാൻ ഈ തരുണത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുകയാണ്. പല വിദഗ്ധന്മാരായ വിദ്യാർത്ഥികളും കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിൽ ചെയ്യുന്ന ഒരു തന്ത്രം നിങ്ങൾക്കും പയറ്റി നോക്കാവുന്നതാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഒരു തന്ത്രം പയറ്റി നോക്കാവുന്നതാണ്. അത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മളൊരു ചോദ്യം നോക്കും, അതിൻ്റെ ഉത്തരം മനസ്സിലാക്കും, എന്നിട്ട് നമ്മൾ OMR ഷീറ്റിൽ നമ്മൾ ബബിൾ ചെയ്യും. പറഞ്ഞിരിക്കുന്ന ഇങ്ക് വെച്ചിട്ട് OMR ഷീറ്റിലെ ബബിളിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം എന്നോർക്കണം. ഹാഫ് ബബിളിംഗ് ആണെങ്കിൽ പലപ്പോഴും OMR ഷീറ്റ് റീഡ് ചെയ്യപ്പെടാതെ പോകാം. അതുകൊണ്ട് ബബിളിങ് കംപ്ലീറ്റ് ആകണം. സാധാരണ നമ്മൾ ചെയ്യുന്നത്, ഒന്നാമത്തെ ചോദ്യം ഉത്തരം കണ്ടുപിടിക്കുന്നു, OMR ഷീറ്റ് ബബിൾ ചെയ്യുന്നു. രണ്ടാമത്തെ ചോദ്യം കണ്ടുപിടിക്കുന്നു, ഉത്തരം കണ്ടുപിടിക്കുന്നു, നമ്മൾ OMR ഷീറ്റ് ബബിൾ ചെയ്തു പോകുന്നു. അതിനു പകരം ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു തന്ത്രം, നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റുകളിൽ പ്രയോഗിച്ച് വിജയിക്കുന്നു എങ്കിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്കും നടപ്പിലാക്കാവുന്നതാണ്. കാരണം ആദ്യം തന്നെ ഈ പറയുന്ന മാർഗത്തിൽ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് പരീക്ഷ തീരുന്നതിന് മുമ്പ് 2 മണിക്കൂറാണ് പരീക്ഷ എന്നറിയാമല്ലോ. 100 ചോദ്യങ്ങളും 300 മാർക്കും 2 മണിക്കൂറുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. 20-15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മൾ എന്തു ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഉത്തരങ്ങളെ മുഴുവൻ നമ്മൾ OMR ഷീറ്റിലേക്ക് ഒന്നിച്ച് ട്രാൻസ്ഫർ ചെയ്യണം. ആ തരത്തിൽ നമുക്ക് സമയം തീർച്ചയായിട്ടും ലാഭിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലെങ്കിൽ ഒന്നുകൂടി ആവർത്തിച്ചു കൊള്ളട്ടെ. സാധാരണ നമ്മൾ ചെയ്യുന്നത്, ഒരു ചോദ്യം വർക്കൗട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് OMR ഷീറ്റ് ബ്ലാക്ക് ചെയ്യുന്നു. അതിനു പകരം ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഉത്തരങ്ങൾ വർക്കൗട്ട് ചെയ്തതിന് ശേഷം എല്ലാ ഉത്തരങ്ങളും കൂടെ ഒരുമിച്ച് നമ്മൾ OMR ഷീറ്റിലേക്ക് പകർത്തുകയാണെങ്കിൽ സമയം തീരുന്നതിന് 15 മിനിറ്റെങ്കിലും മുമ്പ് നമ്മളത് ആരംഭിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ലാഭം ലഭിക്കും എന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉത്തരങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ്, സാധ്യമാകുന്ന എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് OMR ഷീറ്റിലേക്ക് നമ്മൾ ബബിൾ ചെയ്ത് പകർത്തുക. അങ്ങനെ വന്നാൽ നമുക്ക് ആൻസറുകൾ തിരുത്താനുമുള്ള ഒരു സമയം ലഭിക്കും. OMR ഷീറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ തിരുത്തൽ സാധ്യമല്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് നമ്മൾ ആൻസർ ആദ്യം കണ്ടുപിടിക്കുന്നതെങ്കിൽ വീണ്ടും നമുക്ക് അത് തിരുത്താനുള്ള ഒരു സാവകാശം കൂടി ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു തന്ത്രം നിങ്ങൾക്ക് അവിടെ പയറ്റി നോക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അറിയാവുന്നത് ചെയ്ത് പോവുക. അറിയാൻ പാടില്ലാത്തതിൽ കൂടുതൽ സമയം ചെലവഴിക്കാതെ നെഗറ്റീവ് മാർക്കുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അറിയാവുന്നത് ആദ്യമേ ചെയ്തു പോവുക. എന്നിട്ട് മാത്രം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് 1 മാർക്ക് നെഗറ്റീവ് ഉണ്ട്. നിങ്ങളുടെ ഉത്തരം തെറ്റിക്കഴിഞ്ഞാൽ 100 ചോദ്യങ്ങൾ, അതിൽ നിന്ന് 300 മാർക്ക് 2 മണിക്കൂറുകൾ
ആ 2 മണിക്കൂറുകളാണ് നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ ഭാഗധേയത്തിനെ തന്നെ മാറ്റിമറിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി, റിലാക്സ് ചെയ്തുകൊണ്ട്, തെളിഞ്ഞ മനസ്സോടുകൂടി ധിഷണ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന രീതിയിൽ ആ മണിക്കൂറുകൾ പ്രയോജനപ്പെടുത്തുക. അതാണ് കൂട്ടുകാരെ നമുക്ക് വേണ്ടത്. ഇനി നമുക്കതിൻ്റെ മറ്റൊരു മാർഗത്തിലേക്ക് കൂടെ കടന്നാൽ, നമുക്കറിയാം അതിൻ്റെ സിലബസിൽ കാണിച്ചിരിക്കുന്നത് ജനറൽ റീസണിങ് 20 ചോദ്യങ്ങളുണ്ട്, 60 മാർക്ക്. ന്യൂമറിക്കൽ എബിലിറ്റി 20 ചോദ്യങ്ങളുണ്ട്, 60 മാർക്ക്. ബേസിക് കമ്പ്യൂട്ടർ ലിറ്ററസി 20 ചോദ്യങ്ങൾ, 60 മാർക്ക്. ജനറൽ നോളജ് 20 ചോദ്യങ്ങൾ, 60 മാർക്ക്. ലാംഗ്വേജ് കോമ്പിറ്റൻസി ഇംഗ്ലീഷ് 10 ക്വസ്റ്റ്യൻ, 30 മാർക്ക്. ലാംഗ്വേജ് കോമ്പിറ്റൻസി 1 മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ്, ഹിന്ദിയോ റീജിയണൽ 10 ചോദ്യം, 30 മാർക്ക്. പ്രധാനമായും ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ കാണുന്ന 2 പ്രത്യേകതകൾ. പണ്ട് ഹിന്ദിയുടെ അതേ പ്രാധാന്യം, ഇപ്രാവശ്യത്തെ പരീക്ഷ മുതൽ ഹിന്ദിയുടെ അതേ പ്രാധാന്യം തന്നെ മറ്റു ഭാഷകൾക്കും നൽകിയിരിക്കുന്നു. മലയാളം ഉൾപ്പെടെയുള്ള മറ്റു ഭാഷകളും ഹിന്ദിക്ക് തുല്യമാണ്. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലും പരീക്ഷ എഴുതാം, അതുകൂടാതെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അത് ഹിന്ദിയാകാം, മലയാളമാകാം, കന്നഡയാകാം, അങ്ങനെയെല്ലാം മാറാം. ഇത് വളരെയധികം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയിരിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് പ്രൈമറി ടീച്ചർമാരുടെ ലിസ്റ്റ്, ആയിരക്കണക്കിന് പേരുടെ ലിസ്റ്റിൽ മലയാളികളുടെ എണ്ണമെന്ന് പറയുന്നത് അവാർഡ് സിനിമയ്ക്ക് ഇരിക്കുന്ന പോലെ 3ഓ 4ഓ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇപ്രാവശ്യം മുതൽ ആ സ്ഥിതിഗതികൾ മാറാൻ പോവുകയാണ്. കാരണം നമുക്ക് ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ മലയാളം എടുക്കാം. ആ ഒരു ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിനകത്തൊരു വലിയ അഡ്വാൻറ്റേജ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ് വരെയുള്ള ഭാഷയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് സാധാരണ ചോദിക്കാൻ പോകുന്നത്. സന്ധി, സമാസം ഇതൊക്കെ നിങ്ങൾ വിട്ട് കാണും. പക്ഷേ നമ്മുടെ എൻട്രിയുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക, നമ്മുടെ ഗ്രാമർ പോർഷനുകളൊക്കെ നമ്മൾ ഒന്നുകൂടെ ഫലവത്താക്കി മാറ്റിയെടുക്കുക. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ്. രണ്ടാമതൊരു വ്യത്യാസം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത് പെഡഗോഗിക്കൽ ചോദ്യങ്ങൾ താരതമ്യേന അപ്രസക്തമായി തീരുന്നു, താരതമ്യേന ബാക്ക് സീറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ജനറൽ നോളജ് പേപ്പറിൽ അവ വേണമെങ്കിൽ പെടുത്താവും എന്നത് മാത്രമേ ഉള്ളൂ. വലിയ പ്രാധാന്യം നമ്മുടെ പെഡഗോഗിക്കൽ പേപ്പറുകൾക്ക് വരുന്നില്ല എന്നതാണ് ഈ പരീക്ഷയുടെ മറ്റൊരു പ്രത്യേകത. നമ്മൾ ചെയ്യേണ്ട മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞു പോയിക്കൊള്ളട്ടെ. നമ്മൾ നോ ദ ഗെയിം, സിലബസ്, പാറ്റേൺ, വെയിറ്റേജ്, കട്ട് ഓഫ്, ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ പസിൽ യു ഹാവ് മാപ്ഡ് ഇൻസൈഡ് ഔട്ട്. ഈ വക കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. സിലബസ്, അതുപോലെ തന്നെ അതിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യനുകളുടെ പാറ്റേണുകൾ, ഇതെല്ലാം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് ബിൽഡ് എ ബേസ്, റീവിസിറ്റ് ദ ഫണ്ടമെൻ്റൽസ്, സ്ട്രോങ് ഫൗണ്ടേഷൻസ് ലെറ്റ് യു ലെവൽ അപ്പ് ഫാസ്റ്റ്. ഫണ്ടമെൻ്റൽസ് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ ബോർഡ് മാത്സ് പോലുള്ള കാര്യങ്ങൾ ഫണ്ടമെൻ്റൽസ് നമ്മൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചങ്ക് ആൻഡ് കോൺക്വയർ, ബ്രേക്ക് ദ ടോപ്പിക്സ് ഇൻ ടു ബൈറ്റ് സൈസ് ചങ്ക്സ്, ഷെഡ്യൂൾ ദം ഡെയിലി ഓർ വീക്ക്ലി, ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, കടിക്കാൻ പറ്റുന്ന കഷ്ണങ്ങളായിട്ട് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കഷ്ണങ്ങളായിട്ട് മുറിച്ച് അവ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ആക്റ്റീവ് പ്രാക്ടീസ്, സോൾവ് വൈൽ യു ലേൺ, ഡോണ്ട് ജസ്റ്റ് റീഡ്, റൈറ്റ്, സ്പീക്ക്, ടീച്ച് ദ കൺസെപ്റ്റ്. വായന കൊണ്ട് മാത്രം ഒന്നുമില്ല, വർക്കൗട്ട് ചെയ്ത് നോക്കുക, എഴുതി നോക്കുക. പേന കയ്യിലെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ മോക്ക് ആൻഡ് ടൈം ഇറ്റ്, സിമുലേറ്റ് എക്സാം കണ്ടീഷൻസ്, ട്രാക്ക് സ്പീഡ് ആൻഡ് അക്യുറസി, അനലൈസ് മിസ്റ്റേക്സ് ആൻഡ് റിപ്പീറ്റ്. ഓരോ മോക്ക് ടെസ്റ്റും ഒരു യഥാർത്ഥ പരീക്ഷയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് ശ്രമിക്കുക. റിവൈസ് സ്മാർട്ട്, സ്പേസ്ഡ് റെപ്പറ്റീഷൻ, നോട്ട്സ്, നെമോണിക്സ്, ഫ്ലാഷ് കാർഡ്സ്, റിവൈസ് അറ്റ് ഇൻക്രീസിങ് ഇൻ്റർവെൽസ്. നമ്മുടെ തലച്ചോറ് വിസ്മൃതിയിലേക്ക് പോകാനാണ് പലപ്പോഴും താല്പര്യം. അത് മറന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിക്കുക. നെമോണിക്സ് എന്ന് പറയുന്നത് ചില സൂത്രവാക്യങ്ങളാണ്. വിബ്ജിയോർ എന്ന് പറയുന്നത് മഴവില്ലിൻ്റെ നിറങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞ് ഓർമ്മിക്കാനുള്ള എളുപ്പത്തിനുണ്ടാക്കുന്ന സൂത്രവാചകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുത്ത് ബൈഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയൊക്കെ പഠിക്കുക. ഞങ്ങളുടെ നോട്ട്സുകൾ അതിന് നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ സ്റ്റേ ഫിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. നന്നായിട്ട് ഉറങ്ങുക, അതുപോലെ നല്ല പ്രോട്ടീൻസ്, പോഷകാഹാരങ്ങൾ കഴിക്കുക. ജങ്ക് ഫുഡിലേക്കല്ല പോകേണ്ടത്. ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ഈ 38 ദിവസങ്ങൾ 40 ദിവസങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും നിലനിർത്തണം.
അതുപോലെ തന്നെ അനാരോഗ്യകരമായ ചുറ്റുപാടുകളിലേക്ക് പോകാതെ നല്ല ഭക്ഷണവും ധാരാളം വെള്ളവും കഴിച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് വിറ്റാമിനുകളും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം നിലനിർത്തണം. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങളുടെ മനസ്സ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് നീലക്കുറിഞ്ഞി പൂക്കുന്ന പോലെ വളരെ കൊല്ലം കാത്തിരുന്നിട്ട് വന്നിരിക്കുന്ന ഒരു സുവർണ അവസരമാണ് എന്നോർക്കുക. ഏകലവ്യ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഈ പരീക്ഷകൾ, 2 പരീക്ഷകളും ഒരുമിച്ച് KVSൻ്റെയും NVSൻ്റെയും പരീക്ഷ ഒരുമിച്ച് വരുന്നു എന്ന് പറയുന്നത് ഒരു അവസരങ്ങളുടെ വിശാലമായ ചക്രവാളങ്ങൾ നമ്മളുടെ കണ്ണുകൾക്ക് മുമ്പിൽ തുറന്നിടുകയാണ്. അവസരങ്ങൾ പാഴാക്കുന്നവനെയാണ് നമ്മൾ വിഡ്ഢികളെന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും വിഡ്ഢികളാകാൻ വേണ്ടി ഞങ്ങൾ എൻട്രിക്കാർ അനുവദിക്കുകയില്ല, നിങ്ങളാകുകയുമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ അവസരത്തിനെ ഒരു ക്യാച്ച് എടുക്കുന്ന ലാഘവത്തോടെ 2 കൈകൾ കൊണ്ടും നിങ്ങൾ ആലിംഗനം ചെയ്യേണ്ടതാണ്. അതുപോലെ റെസ്റ്റഡ് ബ്രെയിൻ ബീസ് എ ബേൺ ഔട്ട് വൺ. സ്റ്റേ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്കത് സാധിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സാധിക്കുക തന്നെ ചെയ്യും. എന്നെക്കൊണ്ടാവില്ല എന്ന് പരിഭ്രമിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവിൻ്റെ പാതാളത്തിലേക്കാണ് നമ്മൾ പോവുക, അന്ധതാമിശ്രത്തിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ പ്രകാശത്തിൻ്റെ വർണ്ണഗോപുരങ്ങളിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ചെല്ലേണ്ടത്. സോ ഫോക്കസ് ഓൺ പ്രോഗ്രസ്, ഇഗ്നോർ നോയ്സ്, കീപ് മോട്ടിവേഷൻ ഹൈ. ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പ്രചോദിപ്പിക്കുക, നിങ്ങളെ ഉത്തേജിപ്പിക്കുക, നിങ്ങളെ കൂടുതൽ ആവേശം കൊള്ളിക്കുക എന്നതാണ് എൻ്റെ ചുമലുകളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. നിങ്ങളെ കൊണ്ടാകും, എൻട്രിയുടെ സഹായത്തോടു കൂടി തീർച്ചയായും ആകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലും നിങ്ങൾ ഏർപ്പെടുക. വളരെ നന്നായ തെളിഞ്ഞ മനസ്സോടുകൂടി നിങ്ങൾ പഠിക്കുക. 38 ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിക്കുക. ടയർ 1 എക്സാമിനേഷൻ 1:10 എന്ന അനുപാതത്തിലാണ് എടുക്കുന്നത്. ഓരോ വേക്കൻസിക്കും 10 പേര് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ധാരാളം വേക്കൻസികൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് അല്ലെങ്കിൽ എലിമിനേഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടയർ 1 കടന്ന് വളരെ എളുപ്പം തന്നെ നമുക്ക് ടയർ 2 ചെല്ലാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ചുണക്കുട്ടികളെല്ലാവരും തന്നെ ഇത് പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഐ ഓഫർ യു ബ്ലഡ്, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് രക്തവും കണ്ണുനീരും വിയർപ്പുമാണ്. തിരിച്ചു നേടാനുള്ളതോ കേന്ദ്രീയ വിദ്യാലയത്തിലെ അല്ലെങ്കിൽ നവോദയ വിദ്യാലയത്തിലെ സമ്മോഹനമായ ഒരു ജോലിയാണ്. ഹാർഡ് വർക്ക് നെവർ ഗോസ് അൺപെയ്ഡ്. അതേ പ്രിയപ്പെട്ടവരെ, കഠിനാധ്വാനം ഒരിക്കലും പാഴായി പോകുന്നില്ല. അതോർക്കുക. മറ്റൊരു വീഡിയോയുമായി കടന്നു വരുന്നവരെ ഒരിക്കൽ കൂടി ഗുഡ് ബൈ.